വെള്ളിക്കുളങ്ങര വനമേഖലയിലുള്ള ശാസ്താംപൂവം ആദിവാസി ഉന്നതിയിൽ ഹരിതവൽക്കരണ പദ്ധതി നടപ്പാക്കുന്നു. വനം വകുപ്പ്, PG വനഗവേഷണ കേന്ദ്രം, ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, മറ്റത്തൂർ പഞ്ചായത്ത് എന്നിവയുടെ സഹകരണത്തോടെയാണ് ശാസ്താംപൂവത്തെ പച്ചപുതുപ്പിക്കാൻ പദ്ധതിയൊരുങ്ങുന്നത്. വേനലിൽ ശാസ്താംപൂവത്ത് അനുഭവപ്പെടുന്ന കടുത്ത ജലക്ഷാമത്തിനും മഴക്കാലത്തുണ്ടാകുന്ന മണ്ണൊലിപ്പിനും പരിഹാരമെന്ന നിലയിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. കേവലം കുറെ മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിനപ്പുറം കാടിന്റെ ശീതളിമയിൽ നിന്ന് ജലക്ഷാമമുള്ള പുതിയൊരിടത്തേക്ക് പറിച്ചു നട്ടപ്പെട്ട ആദിവാസി വിഭാഗത്തിന്റെ സവിശേഷമായ ജീവിത സാഹചര്യങ്ങളെ മനസ്സിലാക്കിയുള്ള ഒരു പ്രവർത്തനമാണ് ശാസ്താംപൂവത്ത് വിഭാവനം ചെയ്തിട്ടുള്ളത്. ഇവിടെ തോട്ടായിരുന്നു, അത് വെട്ടിമാറ്റിയിട്ടാണ് ഇപ്പോൾ ഇവിടെ സെറ്റിൽമെന്റ് വന്നത്. ഇപ്പോൾ അതിനൊരു മൊട്ടക്കുന്നിന്റെ പരുവാണ്. ഈ പരുവത്തില് രണ്ട് കാര്യമുണ്ട്. അടിന് നടുക്കെ ചുട്ടുപൊള്ളുന്ന കുന്നുകളായിട്ട് മാറിയിരിക്കാം. രണ്ടാമത്തെ കാര്യം, വർഷത്തിൽ വലിയ തോതിലുള്ള മണ്ണൊലിപ്പ് ഉണ്ടാവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് ഈ പ്രദേശം വലിയ വരണ്ട ഒരു പ്രദേശമായി മാറിക്കൊണ്ടിരിക്കുക. വേനലിൽ കുടിവെള്ളം വെള്ളിക്കുളങ്ങരയിൽ നിന്ന് വാട്ടർ ടാങ്കിൽ എത്തിക്കേണ്ടുന്ന ഒരു ഗതികേടിലേക്ക് എത്തിയിരിക്കുക. പ്രാക്തന ഗോത്ര വിഭാഗത്തിൽപ്പെട്ട കാഡർ സമുദായക്കാരാണ് ശാസ്താംപൂവം ഉന്നതിയിൽ താമസിക്കുന്നത്. നേരത്തെ ആനപ്പാന്തം വനത്തിൽ കഴിഞ്ഞിരുന്ന ഇവരുടെ വീടുകൾ 20 വർഷം മുൻപ് ഉരുൾപൊട്ടലിൽ തകർന്നതിനെ തുടർന്നാണ് സർക്കാർ ഇടപെട്ട് ശാസ്താംപൂവത്ത് പുനരധിവസിപ്പിച്ചത്. 70ഓളം വരുന്ന കാഡർ കുടുംബങ്ങൾക്ക് കൃഷിഭൂമിയും വീടും നൽകിയാണ് 2010 പുനരധിവസിപ്പിച്ചത്. വീടിനു പുറമെ ഓരോ കുടുംബത്തിനും 1/2 ഏക്കർ വീതം ഭൂമി കൃഷി ചെയ്യാനായി അനുവദിച്ചു നൽകിയിരുന്നു. ശാസ്താംപൂവം ഉന്നതിയിൽ കുഴൽക്കിണറുകളടക്കം നിരവധി കിണറുകൾ നിർമ്മിച്ചു നൽകിയെങ്കിലും വേനൽക്കാലമായാൽ ഇവിടത്തെ കുടുംബങ്ങൾ കുടിവെള്ളത്തിനായി ബുദ്ധിമുട്ടുകയാണ്. വെള്ളിക്കുളങ്ങരയിൽ നിന്ന് വാഹനത്തിലെത്തിക്കുന്ന വെള്ളമാണ് വേനൽ മാസങ്ങളിൽ ഇവർക്ക് ആശ്രയം. കാടിന് നടുവിലായിട്ട് പോലും വേനലിൽ ചുട്ടുപൊള്ളുന്ന ചൂടും ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. വർഷക്കാലമായാൽ മഴയിൽ മേൽമണ്ണ് കുത്തിയൊലിച്ചു പോകുന്നതും ഇവിടത്തെ കുടുംബങ്ങളെ അലട്ടുന്നു. ഈ പ്രശ്നങ്ങൾക്കെല്ലാമുള്ള പരിഹാരമെന്ന നിലയ്ക്കാണ് ഉന്നതിയിലെ 50 ഏക്കറിലധികം വരുന്ന സ്ഥലത്ത് ഹരിതവൽക്കരണം നടത്തുന്നത്. പഴയ ആനപ്പാന്തത്ത് AC-യിൽ ജീവിച്ച ആൾക്കാരാ, കാട് തീർത്ത AC-യിൽ. ആ ഒരു കാടിന്റെ പച്ചപ്പിന്റെ ഹരിതാപത്തിലേക്ക് എങ്ങനെ എത്താൻ പറ്റും എന്നുള്ള ഒരു കാര്യം, കുടുംബങ്ങൾ വാസയോഗ്യമാക്കുക എന്നുള്ള കാര്യം. 2, ഈ കുന്നുകൾ മുഴുവൻ പച്ചപ്പായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവിടെ നീരൊഴുക്ക് സജീവമാവും, ഇവിടെ ജലസംരക്ഷണം സാധ്യമാവും. അപ്പോൾ മണ്ണൊലിപ്പ് തടയലും ജലസംരക്ഷണവും അങ്ങനെ ഇവിടുത്തെ കുളങ്ങളെ സജീവമാക്കലും 2 മാസത്തെ ആ ജലക്ഷാമത്തിന്റെ ഒരു പ്രശ്നം പരിഹരിച്ചെടുക്കുകയും ചെയ്യാം. മണ്ണൊലിപ്പ് തടയാനും ജലം മണ്ണിൽ താഴാനും സഹായിക്കുന്ന തരത്തിലുള്ള മരങ്ങളാണ് പദ്ധതി പ്രകാരം ഇവിടെ നട്ടുപിടിപ്പിക്കുന്നത്. വന്യമൃഗങ്ങളെ ആകർഷിക്കുന്ന തരത്തിലുള്ള പ്ലാവ് തുടങ്ങിയ ഫലവൃക്ഷങ്ങൾ ഒഴിവാക്കിയാണ് ഹരിതവൽക്കരണം. കാട്ടിൽ അലഞ്ഞ് വനവിഭവങ്ങൾ ശേഖരിച്ച് ഉപജീവനം നടത്തുന്ന കാഡർ കുടുംബങ്ങൾക്ക് ഉന്നതിയിൽ തന്നെ ഇവയിൽ പലതും ലഭ്യമാക്കാൻ ഉതകുന്ന വിധം വിവിധ ഇനം മരങ്ങളാണ് നട്ടുപിടിപ്പിക്കുന്നത്. TCV കൊടകര.